മൈ ഡിയർ മക്കളെ, ലെറ്റ്സ് സ്റ്റെപ്പ് ഇൻ ടു ദ എക്സൈറ്റിംഗ് വേൾഡ് ഓഫ് ഇംഗ്ലീഷ്. അറിയാലോ, അർജുൻ സാറാണ്. മക്കളെ, നമുക്കൊന്ന് പ്രസംഗിക്കാൻ പഠിച്ചാലോ? അല്ലേ, നമ്മുടെ നാട്ടിൽ കുറേ രാഷ്ട്രീയക്കാരുണ്ട്, വലിയ വലിയ നേതാക്കന്മാരുണ്ട്. ഇവരൊക്കെ നമ്മളെ മുന്നിൽ ആളാവുന്നത് എങ്ങനെയാണ്? നല്ല കിടിലൻ പ്രസംഗങ്ങളൊക്കെ നടത്തിയിട്ടല്ലേ. അപ്പം നമുക്കും അതുപോലെ ആളാവണ്ടേ? നമുക്ക് ആളായാൽ മാത്രം പോലെ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യണം? നല്ല മാർക്കും വേണം. നമുക്ക് എപ്പോഴും നമ്മുടെ കരിയറിനും അതുപോലെ തന്നെ ക്യാരക്ടറിൻ്റെ ഒക്കെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം അല്ലേ. ഇന്ന് നമ്മൾ അതും കൂടിയാണ് പഠിക്കാൻ പോകുന്നത്. നല്ല മാർക്കും കിട്ടും, നന്നായിട്ട് പ്രസംഗിക്കാനും പഠിക്കും. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ നല്ലൊരു സ്പീച്ച് എഴുതാം. ഓക്കെ, സ്പീച്ച് എങ്ങനെ എഴുതണമെന്ന് സാർ ഈ ഒരു ക്ലാസ്സിൽ മക്കളെ പഠിപ്പിച്ചു തരും. മുഴുവൻ ഇരുന്ന് കാണുക, സ്കിപ്പ് ചെയ്യരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്തേക്കും. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ സ്പീച്ചിന് വേണ്ട ഒരു ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സല്യൂട്ടേഷനാണ്. കണ്ടോ, സല്യൂട്ടേഷൻ. ഇത്രയേ ഉള്ളൂ മക്കളെ. നമ്മൾ പ്രസംഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ പറയാറില്ലേ, പ്രിയപ്പെട്ട ജനങ്ങളെ, മൈ ഡിയർ ഫ്രണ്ട്സ്, മാന്യ സദസ്സിന് വന്ദനം, പിന്നെന്താ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ എന്നൊക്കെ പറയില്ലേ. ഈ ഒരു സാധനമാണ് സല്യൂട്ടേഷൻ. നമ്മൾ അവിടെയുള്ള ആളുകളെ മുഴുവൻ ഒന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് വേണം പ്രസംഗം ആരംഭിക്കാൻ. ഓക്കെ, സോ ഒന്നാമത്തെ കാര്യം സല്യൂട്ടേഷൻ. സല്യൂട്ടേഷൻ. രണ്ടാമത് ഇൻട്രൊഡക്ഷനാണ്. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിനെ കുറിച്ചായിരിക്കുമല്ലോ സംസാരിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? വളരെ ബ്രീഫായിട്ട് 1-2 വരികളിൽ ആ കാര്യം ഒന്ന് പറയുക. ടുഡേ ഐ എം ഗോയിങ് ടു സ്പീക്ക് അബൌട്ട്, അല്ലെങ്കിലോ എന്തെങ്കിലും ഒരു ഡാറ്റ വെച്ചിട്ട് നിങ്ങൾക്ക് ആരംഭിക്കാം. അല്ലെങ്കിൽ ആരുടെയെങ്കിലും കോട്ടൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ട്, അല്ലേ, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ് മഹാത്മാഗാന്ധിയെ നിങ്ങൾ ഓർക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആരംഭിക്കാം പ്രസംഗങ്ങൾ. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ ബോഡി പാർട്ടാണ്. ഓക്കെ, ബോഡി പാർട്ട്. നിങ്ങൾക്ക് എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ആ കോണ്ടൻറ്റ് ഉണ്ടല്ലോ, അത് നല്ല വെടിപ്പായിട്ട് നല്ല രസത്തിൽ അങ്ങനെ എഴുതുക. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതേണ്ടത് ആ ബോഡി പാർട്ടിലാണ്. പിന്നെ എന്ത് വേണം? പിന്നെ ഒരു കൺക്ലൂഷൻ വേണം. ഓക്കെ, കൺക്ലൂഷനും കൂടെ നൽകുമ്പോൾ മാത്രമേ നമ്മുടെ സ്പീച്ചിനൊരു അവസാനം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ, നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ടെത്തലുകൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആളുകളെ ഒന്ന് പ്രചോദിപ്പിച്ചൂടെ? ഇങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ടൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഏറ്റവും അവസാനം ഒരു താങ്ക് യു കൂടെ അങ്ങ് പറഞ്ഞേക്ക്. എന്നാൽ മാത്രമേ നമ്മുടെ സ്പീച്ച് നന്നാവുകയുള്ളൂ, ഫുൾ മാർക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ മറന്നു പോകരുത്. ആദ്യം എല്ലാവരും ഒന്ന് അഭിസംബോധന ചെയ്യുക. പിന്നെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഒന്ന് വളരെ ബ്രീഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ പറയേണ്ട കാര്യങ്ങൾ നന്നായി ഡിപ്പായിട്ട് വൃത്തിയായിട്ട് ഇങ്ങനെ പറയുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതും സജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു താങ്ക് യു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രസംഗം കംപ്ലീറ്റഡ് ആയി. ഓക്കെ, അങ്ങനെയാണ് എനിക്കിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും ടെക്സ്റ്റ് ബുക്കിൽ. ചിലപ്പോൾ പ്രിപ്പയർ എ സ്പീച്ച് ഓൺ ദ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ ആസ് പൊർട്രേഡ് ഇൻ മഹാശ്വേത ദേവീസ് ദ സ്റ്റോറി വൈ വൈ ഗേൾ. വൈ വൈ ഗേളിൻ്റെ അകത്ത് എഡ്യൂക്കേഷൻ്റെ വാല്യൂ, മൂല്യം എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻക്ലൂഡ് ഡീറ്റെയിൽസ് അബൌട്ട് മൊയ്നാസ് ലൈഫ്. അല്ലേ, നമ്മുടെ മൊയ്നയെക്കുറിച്ചുള്ള കഥയാണ്. മൊയ്ന എങ്ങനെയാണ് അവസാനം ടീച്ചറായി മാറുക? അതെന്തുകൊണ്ടാണ്? എഡ്യൂക്കേഷൻ്റെ പവർ കൊണ്ടാണ്. സോ മൊയ്നയുടെ ജീവിതം, അവളുടെ ക്യൂരിയോസിറ്റി, ജിജ്ഞാസ, ഹർ സ്ട്രഗിൾ ടു അറ്റൻഡ് സ്കൂളിൽ എത്തിപ്പെടാൻ അവൾ കാണിച്ച ശ്രമങ്ങൾ, ആൻഡ് ഹൗ എഡ്യൂക്കേഷൻ ചേഞ്ചസ് ഹർ ലൈഫ്. അവളുടെ ജീവിതം എങ്ങനെ വിദ്യാഭ്യാസം മാറ്റി എന്നുള്ള കാര്യം കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? ഒരു അടിപൊളി പ്രസംഗം തയ്യാറാക്കണം. അതെങ്ങനെ തയ്യാറാക്കാം? നോക്കിക്കോ. സ്പീച്ച് ഓൺ ദ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ ആസ് ഷോൺ ഇൻ വൈ വൈ ഗേൾ. നോക്കിക്കോ. ഗുഡ് മോർണിംഗ് റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. ആദ്യം തന്നെ സല്യൂട്ടേഷൻ എന്താണ്? ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ. ടുഡേ ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് അബൌട്ട് ദ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ ആസ് ഷോൺ ഇൻ ദ സ്റ്റോറി വൈ വൈ ഗേൾ ബൈ മഹാശ്വേത ദേവി. നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം ആസ് ഷോൺ എൻ ദ സ്റ്റോറി വൈ വൈ ഗേൾ ബൈ മഹാശ്വേത ദേവി. മഹാശ്വേത ദേവി എഴുതിയിട്ടുള്ള വൈ വൈ ഗേളിൽ എങ്ങനെയാണ് ഈ കാര്യം ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രസംഗം ആരംഭിക്കുന്നത്. ദ സ്റ്റോറി ഈസ് അബൌട്ട് എ ട്രൈബൽ ഗേൾ നെയ്മഡ് മൊയ്ന ഫ്രം ഷബർ കമ്മ്യൂണിറ്റി. അല്ലേ, ഒരു വനവാസി പെൺകുട്ടിയായിട്ടുള്ള മൊയ്നയുടെ കഥയാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഹെർ മദർ വർക്ക്സ് ഓൾ ഡേ ആൻഡ് മൊയ്ന ഹാസ് ടു കെയർ ഫോർ ഹെർ യങ്ങർ ബ്രദർ ആൻഡ് ഡു മെനി ഹൗസ് ഹോൾഡ് കോർസ്. എന്താണ്? അവളുടെ അമ്മയാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്, അതുപോലെ തന്നെ അനിയനെ സംരക്ഷിക്കുന്നതും വീട്ടിലെ മറ്റു ജോലികൾ ചെയ്യുന്നതൊക്കെ മൊയ്നയാണ്. ബട്ട് ഷീ ഹാസ് വൺ സ്പെഷ്യൽ ക്വാളിറ്റി. അവൾക്കൊരു പ്രത്യേകതരം ക്വാളിറ്റി ഉണ്ടായിരുന്നു, നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നതാ. ഷീ ഈസ് ഫുൾ ഓഫ് ക്വസ്റ്റ്യൻസ്. എന്നും അവളുടെ ഉള്ളിൽ കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. ഷീ കീപ്സ് ആസ്കിങ് വൈ വൈ വൈ, എന്തുകൊണ്ടാ എന്നിങ്ങനെ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന സ്വഭാവക്കാരിയാണ് നമ്മുടെ മൊയ്ന. കാരണം മക്കളെ, ഇവിടെയൊക്കെ നമ്മൾ പറയാനുള്ള കാര്യം നന്നായിട്ട് പറയുന്നുണ്ട്. ബോഡി പാർട്ട് നന്നായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. പിന്നെയോ, ആൻഡ് പീപ്പിൾ കോൾ ഹെർ ദി വൈ വൈ ഗേൾ. ആളുകൾ അവളെ വിളിക്കുന്നത് കിം പെൺകുട്ടി. എന്തുകൊണ്ട് പെൺകുട്ടി എന്നാണ് വിളിക്കുന്നത്. പിന്നെ എന്താ പറയുന്നത്? മൊയ്ന ഡെസ്പെററ്റ്ലി വാണ്ട്സ് ഗോ ടു സ്കൂൾ ആൻഡ് ഓഫൻ ആസ്ക്സ് വൈ കാൻറ്റ് ഐ സ്റ്റഡി ലൈക്ക് അതർ ചിൽഡ്രൻ. എനിക്ക് എന്തുകൊണ്ട് മറ്റു കുട്ടികളെപ്പോലെ
പഠിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യം അവൾ ഭയങ്കര ഡെസ്പറേറ്റ് നിരാശയോടുകൂടി ചോദിക്കാറുണ്ട്. ഹെർ റെസ്പോൺസിബിലിറ്റി സ്റ്റോപ്പ് ഹെർ ഫ്രം അറ്റൻഡിങ് സ്കൂൾ. അവളുടെ ഉത്തരവാദിത്തങ്ങൾ കാരണം അവൾക്ക് സ്കൂളിൽ പോകാൻ സാധിക്കുന്നില്ല. ഷോയിങ് ഹൗ മെനി ചിൽഡ്രൻ മിസ് അസ് എഡ്യൂക്കേഷൻ ബിക്കോസ് ഓഫ് ദിയർ സർക്കംസ്റ്റാൻസസ്. സാഹചര്യങ്ങൾ കൊണ്ട് വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് വിദ്യാഭ്യാസം ഇല്ലാതെയാകുന്നത് എന്നതാണ് ഇതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് അല്ലേ. നല്ല മിടുക്കരായിട്ടുള്ള കുട്ടികളുണ്ടാവും, പക്ഷേ അവർക്ക് എന്താണ് വീട്ടിൽ ഒരുപാട് പ്രാരാബ്ദമുള്ളത് കാരണം, ബുദ്ധിമുട്ടുകളുള്ളത് കാരണം അവർക്ക് മറ്റുള്ള കുട്ടികളെ പോലെ സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റുമൊന്നുമില്ല അല്ലേ. ഇപ്പം നമുക്ക് നല്ല എഡ്യൂക്കേഷനൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ എന്താണ് പണ്ട് കാലം എന്ന് ആലോചിച്ച് നോക്കും, എല്ലാവർക്കും സ്കൂളിൽ പോകാനൊന്നും പറ്റില്ല. അതെന്താ, വീട്ടിൽ അത്രയും ആളുകളുണ്ടാവും, അതുപോലെ അവരെയൊക്കെ നോക്കണം, വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് വേണം ആ കുഞ്ഞു പ്രായത്തിൽ ആ കുട്ടികൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. കുറേ പേർക്ക് അത് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. വെൻ ദ റൈറ്റർ മഹാശ്വേത ദേവി വിസിറ്റ്സ് ദ വില്ലേജ്, മഹാശ്വേത ദേവി ആ വില്ലേജ് വിസിറ്റ് ചെയ്ത സമയത്ത് മൊയ്ന ആസ്ക് ഹെർ മെനി ക്വസ്റ്റ്യൻസ് ടു, അവളോട് മൊയ്ന ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റെഡ് ഓഫ് ഗെറ്റിംഗ് അനോയ്ഡ്, അതിലൊന്നും ഒരു വെറുപ്പ് വരാതെ മഹാശ്വേത ദേവി അപ്രിഷ്യേറ്റ്സ് മൊയ്നാസ് ക്യൂരിയോസിറ്റി. മൊയ്നയുടെ ആ ഒരു ജിജ്ഞാസയുണ്ടല്ലോ, അത് ഇവർ ശരിക്കും അഭിനന്ദിക്കുകയായിരുന്നു ചെയ്തിരുന്നത് മഹാശ്വേത ദേവി. വെൻ മൊയ്ന സേസ് ഷി വാണ്ട് ടു ലേൺ, മൊയ്നയ്ക്ക് പഠിക്കണമെന്ന് പറഞ്ഞ സമയത്ത് ഷീ ഹെൽപ്സ് ഹെർ ജോയിൻ ദ നൈറ്റ് സ്കൂൾ. നൈറ്റ് സ്കൂളിൽ ചേരാൻ, നമ്മുടെ സമിതിയിലെ സ്കൂളിൽ ചേരാൻ വേണ്ടിയിട്ട് മഹാശ്വേത ദേവി സമ്മതിച്ചിരുന്നു. വെർ മൊയ്ന ബിഗിൻസ് റീഡിങ് ലേണിംഗ് ന്യൂ വേർഡ്സ്, അവിടെ വെച്ചാണ് വായിക്കാനും പഠിക്കാനും ഒക്കെ, പുതിയ വാക്കുകൾ പഠിക്കാനും, അതുപോലെ തന്നെ ഫൈൻഡിങ് ആൻസേഴ്സ് ഇൻ ബുക്സ്, പുസ്തകങ്ങളിലൂടെ ഉത്തരങ്ങൾ കണ്ടെത്താനും മൊയ്ന പഠിച്ചത്. കണ്ടോ, നമ്മുടെ വിദ്യാഭ്യാസം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഇങ്ങനെ പറഞ്ഞു വരികയാണേ. ഹെർ ക്യൂരിയോസിറ്റി ബിക്കംസ് ഹെർ സ്ട്രെങ്ത്, അവളുടെ കരുത്തായിരുന്നു വിദ്യാഭ്യാസം. ആൻഡ് ഷീ ബിക്കംസ് മോർ കോൺഫിഡൻറ്റ്, അത് അവൾ കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാക്കി. ദ സ്റ്റോറി ടീച്ചേഴ്സ് അസ് ദാറ്റ് എഡ്യൂക്കേഷൻ ക്യാൻ ചേഞ്ച് ലൈഫ്സ്. കണ്ടോ മക്കളെ, ഇനി നമ്മൾ കഥയൊന്നും പറയുന്നില്ല, നമുക്ക് എന്താണോ പറയാനുള്ളത്, നമ്മുടെ മെസ്സേജ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ നേരെ പറയുന്നത്. എങ്ങനെ വിദ്യാഭ്യാസം നമ്മുടെ ജീവിതങ്ങൾ മാറ്റുന്നു എന്ന് ഈ കഥ പഠിപ്പിച്ചിരുന്നു. ഇറ്റ് ഓപ്പൺസ് ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ബിൽഡ്സ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ആൻഡ് ഗിവ്സ് ഹോപ്പ് ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ, നല്ലൊരു ഭാവി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു പ്രതീക്ഷയും നൽകുന്നു. ഇറ്റ് ഓൾസോ റിമൈൻഡ്സ് അസ് ദാറ്റ്, നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ദാറ്റ് എവറി ചിൽഡ്രൻ ഹാസ് ദ റൈറ്റ് ടു ലേൺ, പഠിക്കാനുള്ള അവകാശം എല്ലാ കുട്ടികൾക്കുമുണ്ട്. നോ മാറ്റർ ഹൗ പൂർ ദേ ആർ, അവരെത്രത്തോളം ദരിദ്രരാണ് എന്നുള്ളതൊന്നും ഒരു വിഷയമില്ല, എല്ലാവർക്കും പഠിക്കാനുണ്ട്. പിന്നെയോ ടു കൺക്ലൂഡ്, അവസാനിപ്പിക്കുകയാണ്. ദ വൈ ഗേൾ ഷോസ് ദാറ്റ് ആസ്കിംഗ് ക്വസ്റ്റ്യൻ ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ് നോളജ്. അറിവിലേക്കുള്ള ആദ്യത്തെ പടി എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത് എന്നാണ് നമ്മുടെ വൈകൾ പഠിപ്പിച്ചു തരുന്നത്. ആൻഡ് വി ഷുഡ് എൻകറേജ് ക്യൂരിയസ് മൈൻഡ്സ് ലൈക്ക് മൈന. അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള ജിജ്ഞാസയുള്ള മനസ്സുകളുണ്ടാവുമല്ലോ, എന്തുകൊണ്ടാണ് ചോദിക്കുന്ന മനസ്സുകൾ, അതിനെല്ലാം നമ്മൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ മുഴുവൻ മാർക്കും കിട്ടും. കൃത്യമായ ഫോർമാറ്റ് പാലിച്ച് നല്ല രീതിക്ക് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ മുഴുവൻ മാർക്ക് കിട്ടും, അതിലൊരു ഡൗട്ടും ഇല്ല. മുഴുവൻ മാർക്കും ഗ്യാരണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ മറ്റ് കഥകളൊക്കെ ബേസ് ചെയ്തിട്ട്, അതിലെ ക്യാരക്ടേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡൻറ്റ് ബേസ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല സ്പീച്ചുകൾ എഴുതാൻ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനൊക്കെ ചെയ്ത് പ്രാക്ടീസായിട്ട് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണം. ഓൾ ദ ബെസ്റ്റ്.